പുസ്തകത്തിന് വേണ്ടി എഴുതിയ അവതാരികയിൽ 80 കടന്ന ഒരാൾ ഒരു വിവാഹം കഴിച്ചു എന്നതിനേക്കാൾ ആശ്ചര്യകരമായിരിക്കാം അയാൾക്കൊരു പുതിയ സ്നേഹിതനെ കിട്ടിയെന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടുപിടുത്തമായിട്ടുള്ള സ്നേഹിതനാണ് ശ്രീ ടി.ജി. വിജയകുമാർ. എന്താണ് അഴീക്കോട് മാഷുമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണത്? അഴീക്കോട് മാഷ് ഇതേ വാചകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെ. ആക്ച്വലി അഴീക്കോട് മാഷിനെ ഞാൻ പരിചയപ്പെടുന്നത് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ വേണ്ടി. പക്ഷെ എന്തുകൊണ്ടോ ഈ പുസ്തകം വായിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടു. പൊതുവെ കർക്കശക്കാരനായ കോപിഷ്ഠനായ അഴീക്കോട്ടിനെയാണ് പബ്ലിക് അറിയുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ കണ്ടത് സ്നേഹസമ്പന്നനായ കുടുംബസദസ് ആസ്വദിക്കുന്ന ശുദ്ധനായ ഒരു നാട്ടുമ്പുറംകാരനും കൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ടിരുന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ചു. പിന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു. ആ പുസ്തകത്തിന് അദ്ദേഹം എഴുതിയ അവതാരിക അദ്ദേഹത്തിൻ്റെ അവതാരികളുടെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തി. അതൊരു വലിയ കാര്യമായി കരുതുന്നു. ഒപ്പം അതൊരു വലിയ സൗഹൃദമായി മാറുകയായിരുന്നു. അദ്ദേഹം കോട്ടയത്തേക്ക് വരുമ്പോൾ വീട്ടിലായിരുന്നു താമസം വരെ. അത് അവസാന നിമിഷം വരെ നീണ്ടു എന്ന് പറയുന്നതിൽ അഭിമാനം തോന്നുന്നു. സുഹൃത്തുക്കൾ, താങ്കളുടെ സുഹൃത്തുക്കൾ പോലും പറയാറുണ്ട് കുഞ്ചൻ നമ്പ്യാർ മുതൽ ടി.ജി. വിജയകുമാർ വരെ എന്ന്. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾക്ക് എഴുതിയ അവതാരിക മുതൽക്ക് താങ്കളുടെ പുസ്തകത്തിന് എഴുതിയ അവതാരിക വരെയാണ് കേരള സാഹിത്യ അക്കാദമി സമാഹരിച്ചിട്ടുള്ളത്, അല്ലേ? അതെ. കേരളത്തിൽ അറിയപ്പെടുന്ന ലബ്ധപ്രതിഷ്ഠരായ ഒരുപാട് എഴുത്തുകാർ, കുഞ്ചൻ നമ്പ്യാർ മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾക്ക് എഴുതിയ അവതാരികളുടെ സമാഹാരത്തിനൊപ്പം ഈവൻ്റെയും പുസ്തകത്തിൻ്റെ അവതാരിക ആ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് ഞാനിപ്പോഴും കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹമായിട്ടും. തീർച്ചയായും ആക്ഷേപഹാസ്യ രീതി, ഒരു സറ്ററിക്കൽ ലാംഗ്വേജിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വിമർശനമാണെങ്കിലും അനലിറ്റിക്കലായിട്ട് എഴുതാനാണെങ്കിലും ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ആ എഴുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്? പ്രശ്നങ്ങൾ വിഭിന്ന കോണിൽ നിന്ന് വീക്ഷിക്കുക എന്നുള്ളതാണ് സറ്റയറിൻ്റെ ഒരു പ്രധാന, നമ്മൾ കാണാത്ത, സാധാരണ ആളുകൾ കാണാത്ത ഒരു കാര്യം മുതൽ കാണുകയും അതിനെ അല്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതുമാണ് സറ്റയർ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അത് പല കാര്യങ്ങളിലും നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പലരും ഇഷ്ടപ്പെടുന്നതായിട്ട് പറയാറുണ്ട്. പല പത്രാധിപന്മാരും സറ്റയർ തന്നെ എഴുതണം എന്ന് ആവശ്യപ്പെടാറുമുണ്ട്. അടിസ്ഥാനപരമായ ഒരു ബിസിനസ്സുകാരനാണ്. എങ്ങനെയാണ് ആ എഴുത്തിൻ്റെ വഴിയിലേക്ക് വരുന്നത്? അടിസ്ഥാനപരമായി ഞാനൊരു വായനക്കാരനും എഴുത്തുകാരനുമാണ് ചെറുപ്പം മുതലേ. പിന്നെ ജീവിതത്തിൻ്റെ പല യാത്രകളിലൊരു ബിസിനസ്സുകാരനായി മാറി. ഒരു ഘട്ടത്തിൽ ഇനി ബിസിനസ് മതി എന്ന് തീരുമാനിക്കാനും എനിക്ക് കഴിഞ്ഞു. ബിസിനസ് മതി എന്ന് പറയുമ്പോൾ പൈസയും മതി എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞു. പിന്നെ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ ലോകത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാം എന്നുള്ള തീരുമാനത്തിലാണിപ്പോൾ. സെറ്റയറാണ് പൊതുവായ ശൈലി എന്ന് നേരത്തെ പറയുകയുണ്ടായി. എങ്കിൽ പോലും വിഷയം ആവശ്യപ്പെടുന്ന ഒരു ശൈലി പല ലേഖനങ്ങളിലും സ്വീകരിച്ചു കണ്ടിട്ടുണ്ട്. കലാപഭൂമികളിലൂടെ എന്ന ലേഖനം താങ്കൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്താണ് മുംബൈ കലാപം ഒക്കെ സംഭവിക്കുന്നത്. ആ സമയത്തെ അനുഭവങ്ങളാണ് അതിൽ കലാപഭൂമികളിലൂടെ എന്ന ലേഖനത്തിൽ എഴുതുകയുണ്ടായി. മാത്രമല്ല, ഉദാത്തമായ ഒരു മാനവികത അവിടെ കാണുകയുണ്ടായി എന്ന് പോലും താങ്കൾ എഴുതിയിട്ടുണ്ട്. അവിടെ അഭയം നൽകിയത് മുസ്ലിം സഹോദരന്മാരാണ്. എന്തായിരുന്നു അക്കാലത്തെ ഒരു അനുഭവം? നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ പരിചയപ്പെടുന്നതെല്ലാം വിഭിന്ന വിഭാഗത്തിലുള്ള മതത്തിലുള്ള ആളുകളെയാണ്. അവിടെയെല്ലാം ബന്ധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ രൂപത്തിൽ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടുന്നിടത്താണ്. ആ ഇഷ്ടപ്പെടൽ ലോകത്ത് എല്ലാ കോണിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കണമെന്ന ഒരു സാമാന്യ ബോധം ഉണ്ടാവുക എന്ന് പറയുന്നതും സംഭവിക്കുന്നുണ്ട് അവിടെ.
ഈ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ഞാൻ നേരിട്ട് കണ്ട കലാപങ്ങൾ, ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾ, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തോടെ ശ്രീരാമക്ഷേത്രം പൊളിക്കുന്നതിന് മുമ്പ് തന്നെ അഴിച്ചുവിട്ടൊരു ഒരു കലാപം. ആ കലാപത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നടന്ന കലാപം. അതിനുശേഷം ബോംബെ വന്നപ്പോൾ അവിടെ ആ കലാപം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ചില നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒഡീസയിൽ കലാപം നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്തായിരുന്നു എന്നുള്ളതും ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പബ്ലിക് ഇതറിയണം. പബ്ലിക് ഇതറിയണമെങ്കിൽ അത്തരമൊരു വിഷയം ഒരിക്കലും ഹാസ്യാത്മകമായിട്ടോ ഒന്നും എഴുതിയാൽ അത് പറ്റില്ല. അപ്പം നമ്മൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തോ അതിനനുസൃതമായ ഒരു ഭാഷ ഉപയോഗിച്ചാൽ അവരുടെ മനസ്സിലോട്ട് കയറും. ലേഖനങ്ങൾ സാധാരണ ആളുകൾ വായിക്കാൻ മടിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ലേഖനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഇത് ഒരിക്കൽ വായിക്കാൻ തുടങ്ങിയാൽ അത് തീർത്തേ പുസ്തകം താഴെ വെക്കൂ എന്നുള്ള രീതിയിലാണ്. റീഡബിലിറ്റി ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വായനക്കാരിൽ എത്തുള്ളൂ. എഴുതുക എന്നുള്ളത് എഴുതി സംതൃപ്തി അടയുക എന്നുള്ളതല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വായനക്കാരനോട് പറയുക, അവനത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഒരു ഹർത്താൽ വിചാരം എന്ന ലേഖനവും ഇതുപോലെ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ഹർത്താൽ ജനങ്ങൾ ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അല്ലേ? അതെ. ഹർത്താലിനെ കുറിച്ച് ആളുകൾ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു തുടർച്ചയായി നടക്കുന്ന സംഭവം അനാവശ്യമാണെങ്കിൽ പോലും അതിനെ ആസ്വാദ്യകരമാക്കാം എന്ന വേറിട്ടൊരു ചിന്ത കൊണ്ട് തന്നെയാണ് ഒരു ഹർത്താൽ നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ലാഭങ്ങളും നഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്ര വൈകാരികമായി അതിനെ പ്രതിഷേധിക്കുന്നില്ല. ഒരു പരിധിവരെ ഇപ്പോൾ ജനങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഹർത്താലിൻ്റെ എണ്ണവും കുറഞ്ഞു. പണ്ട് നിരന്തരമായി നടന്നു വന്നിരുന്ന ഹർത്താലുകളുടെ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ഹർത്താലുകൾ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ ഒരു വലിയ അകൽച്ച കാണിക്കാത്തതുകൊണ്ട് ഒരു സമരമാർഗം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ കക്ഷികൾ പോലും ഉപയോഗിക്കാൻ മടിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഒരു ചിന്തയുടെ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ചേഞ്ചാണ്, സാമൂഹ്യ മനഃശാസ്ത്രത്തിൻ്റെ വന്നൊരു മാറ്റമാണ്. അത്തരമൊരു സാമൂഹ്യ മനഃശാസ്ത്രം ഈ പുസ്തകത്തിൽ പലയിടത്തും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ എഴുത്തിൽ. ഭാഷയ്ക്കൊപ്പം തന്നെ അനുഭവങ്ങളുടെ ഒരു തീഷ്ണതയും ഉണ്ട് താങ്കളുടെ ലേഖനങ്ങളിൽ. യാത്രകൾ ഒരുപാട് അതിന് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും യാത്രകൾ മാത്രമല്ല, യാത്രകളോടൊപ്പം വിവിധ സ്ഥലങ്ങളിലുള്ള താമസം, ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി വളരെ നാളുകൾ താമസിക്കുമ്പോഴെല്ലാം നമ്മൾ അവിടുത്തെ ആളുകളുമായി ഇടപഴകുകയും ഒക്കെ നേരിട്ടുള്ള ഒരു തരം അനുഭവങ്ങളുണ്ട് പല കാര്യത്തിൽ. ആ അനുഭവങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ള ഒരു തരം വായന പോലെ, സമൂഹത്തെ വായിക്കുന്നത് പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നതുള്ളതുകൊണ്ട് ഇവിടെ പലപ്പോഴും നടക്കുന്ന സംഭവങ്ങളെ പ്രതികരിക്കാൻ നമ്മൾ അത്ര അനുഭവങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ യാത്രകളിലെ വ്യക്തികൾ, അവരുടെ ജീവിതങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് എഴുത്തിന് വിഷയമായി മാറുന്നത്? അതിലൊരു തെരഞ്ഞെടുപ്പ് നടത്താറുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ ആകർഷിക്കുന്ന അനുഭവങ്ങൾ അല്ലെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിക്കും, ചിന്തിക്കും. ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആ സംഭവത്തോടുള്ള ഒരുതരം വൈകാരികമായ പ്രതികരണം നമ്മുടെ ചിന്തയിൽ തന്നെ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്.